ജീവിതത്തിലെ വിഷമകരമായ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് എന്ന് മറുവശത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ചില വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ വികാരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കും. ആഗ്രഹിച്ച പോലെ ആടിത്തീർക്കാൻ കഴിയാത്ത വേഷം മാത്രമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ കൊതിച്ചിരുന്നതൊന്നും വിധിച്ചിരുന്നില്ല ഒരിക്കലും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. എന്താണെന്നറിയില്ല, ഒരുപാട് പ്രതീക്ഷ തന്നിട്ട് അത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ഈ ജീവിതത്തിന് അപാര കഴിവാണ്. നമുക്ക് ജീവിതത്തിൽ നല്ല വിഷമമുണ്ട്, പക്ഷെ ആരോടും പരാതിയില്ല. വാക്കിനേക്കാൾ വലിയ ആയുധമില്ല. അനാവശ്യമായി ഉപയോഗിച്ചാൽ അത് മുറിവുണ്ടാക്കും. ഒരുപാട് തവണ വാക്ക് തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. ഇത് പാലിക്കുന്നവരെന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. നമുക്ക് ചുറ്റുമുള്ള ഓരോ ഒഴിവാക്കലുകളും നമ്മൾ ഒറ്റപ്പെട്ടു എന്നതിന്റെ ഏറ്റവും നല്ല തിരിച്ചറിവുകളാണ്. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. സത്യമറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ ചങ്കു പൊട്ടുന്ന വേദനയാണെന്ന് കൂടി മനസ്സിലാക്കണം. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യം ആണെന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആവശ്യത്തിലധികം കൊടുത്താൽ അവഗണിക്കപ്പെടും. തെറ്റുകൾ നമുക്ക് തിരുത്തി കൊടുക്കാം, പക്ഷെ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പെയ്യുന്ന മഴയും കൊടുക്കുന്ന സ്നേഹവും ഒരു പരിധി കഴിഞ്ഞാൽ മടുത്തു തുടങ്ങും. പറന്നുപോയ പക്ഷികൾ ഒരു പക്ഷേ തിരികെ വന്നേക്കാം. എന്നാൽ കൈവിട്ടുപോയ സ്നേഹവും വിശ്വാസവും തിരികെ വരണമെന്നില്ല. ഏകാന്തത ഒറ്റപ്പെടലല്ല, ഒറ്റയാവുമ്പോൾ ഓടിയെത്തുന്ന ഓർമ്മകളുടെ കൂട്ടാണ്. നമ്മളെ നാം മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് പലരും വേദനിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. നമുക്ക് പരിഗണനയില്ലാത്തിടത്ത് പരാതികൾക്ക് എന്ത് സ്ഥാനം? തിരക്ക് പിടിച്ചവരെ തിരക്കിനിടയിൽ തിരക്കി ഇറങ്ങേണ്ട. എത്ര തിരക്കിനിടയിലും നമ്മെ ഇഷ്ടമുള്ളവർ നമ്മെ തിരക്കി വരും. അല്ലാത്ത തിരക്കെല്ലാം ഒരു തരത്തിൽ അവഗണനയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു. സാരമില്ല, ആരോടും ഒന്നിനും യാതൊരു പരാതിയുമില്ല. ചിലപ്പോൾ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും അല്ല എന്ന് തോന്നിക്കാണും. നിശബ്ദത മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും നിങ്ങൾ പറയുന്നതും മനസ്സിലാക്കാൻ കഴിയില്ല. സത്യമറിയാതെ ഊഹിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, ഉള്ളറിയാതെ പഴിക്കരുത്, ചിന്തിക്കാതെ സംസാരിക്കരുത്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടുന്നതും നല്ലതിനാ. ആ ഒരു അവസ്ഥയിൽ ആരൊക്കെ കൂടെ കാണുമെന്നറിയാം. പലരുടെയും യഥാർത്ഥ സ്വഭാവം അപ്പോൾ മനസ്സിലാവും നമുക്ക്. എന്റെ ജീവിതത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ ഞാനില്ല. കാരണം തെറ്റിയത് എനിക്കായിരുന്നു. ഞാൻ കാണുന്നത് പോലെ തന്നെയാണ് എന്നെയും കാണുന്നത് എന്നുള്ള വിശ്വാസം, അവിടെ ഞാൻ തോറ്റുപോയി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങൾ വരാതിരിക്കാൻ അർഹതയില്ലാത്തത് ആഗ്രഹിക്കാതിരിക്കുക. എല്ലാവർക്കുമുള്ളൊരു നൊമ്പരമാണ്. കാലങ്ങളോളം കാത്തുവെച്ചത് കൈവിട്ടകലുമ്പോൾ മനസ്സറിയാതെ ഉള്ളിൽ ഒരു പിടച്ചിൽ. മറ്റൊരാൾക്കായി നിങ്ങളുടെ കണ്ണിൽ നിറഞ്ഞ കണ്ണീർ ദുർബലതയുടെ ലക്ഷണമല്ല, അവ ഒരു ശുദ്ധ ഹൃദയത്തിന്റെ ലക്ഷണമാണ്. കാലം കടന്നു പോകുന്നതിന്റെ കൂടെ സങ്കടവും കടന്നുപോകും. ആരെ വേണമെങ്കിലും പറ്റിക്കാം, പക്ഷേ സത്യസന്ധത പുലർത്തേണ്ട ഒരിടമുണ്ട്, സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ്. ഇനിയും മുന്നോട്ട് ജീവിക്കാനുള്ള പാഠം. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹത്തോടെ ഒരു വിളി മതി ഉള്ളിലെ സങ്കടങ്ങൾ മാറാൻ. നമുക്ക് ചിലരെ വിട്ടുകളയുന്നതിൽ വേദനയുണ്ടാകും. എന്നാൽ അവരെ പിടിച്ചു വെച്ചാൽ അതിലും വലിയ വേദനയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏൽക്കുന്ന ചില സങ്കടങ്ങൾ എല്ലാ കാലവും നിലനിൽക്കും. എത്ര മായ്ച്ചാലും അത് മാഞ്ഞു പോകില്ല. ചിലരുടെ ജീവിതം അങ്ങനെയാണ്. എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അത്രത്തോളം വേദനിക്കും.
ചിലരുടെ ജീവിതത്തിൽ ചിലർ കടന്നു വരും, ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കും. അവസാനം ഒന്നും അറിയാതെ ഒന്നും പറയാതെ എങ്ങോട്ടോ മാഞ്ഞു പോകും. ഇന്നു കാണുന്ന എൻ്റെ ഓരോ പുഞ്ചിരിയിലും എൻ്റെ വേദനകൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ അനുഭവിച്ച സങ്കടങ്ങളുടെ ഒരംശമെങ്കിലും നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ വേദനിപ്പിക്കാനല്ല, നീ എന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കി തരുവാൻ മാത്രമാണ്. ചിലരങ്ങനെയാണ്. എങ്ങനെ സ്നേഹിക്കണമെന്ന് അവർക്കറിയാം, പക്ഷേ മറക്കാൻ പഠിക്കാൻ പറ്റാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കടം വന്നാൽ മാത്രമേ സന്തോഷത്തിന്റെ വില അറിയൂ. ചില ബന്ധങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുന്ന ചില്ലു പോലെയാണ്. എടുത്തു നേരെയാക്കാൻ നോക്കിയാൽ കൈമുറിയും. ചിരിച്ചുകൊണ്ട് ചതിക്കാൻ മനുഷ്യനേക്കാൾ കഴിവ് മറ്റൊരു ജീവിക്കും ഇല്ല. ആശ്രയിക്കാൻ ആരുമില്ലാതാവുന്ന നേരത്ത് ദൈവദൂതനെ പോലെ വരുന്ന ചില മനുഷ്യരുണ്ട്. അപ്പോൾ മാത്രമാണ് നാം അറിയുന്നത് ദൈവങ്ങൾ കാണാമറയത്തല്ല, ചില മനുഷ്യരുടെ രൂപത്തിലും വരുമെന്ന സത്യം. മിണ്ടി മിണ്ടി ശത്രു ആകുന്നതിനേക്കാൾ നല്ലതാ ആരോടും മിണ്ടാതെ മിത്രങ്ങളാകുന്നത്. നമ്മൾ എവിടെയും പരാജയപ്പെടില്ല, നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. പലരുടെ ജീവിതത്തിലും നമുക്കൊരു പകരക്കാരന്റെ വേഷമേ ഉള്ളൂ. ആരെങ്കിലും തിരിച്ചു വന്നാൽ മാറ്റി നിർത്തപ്പെടാവുന്ന പകരക്കാരൻ. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അതിനാൽ വിജയിക്കുക, ആരുടെ മുന്നിലും തോൽക്കരുത്. നമ്മൾ പലർക്കും വേണ്ടപ്പെട്ടവർ ആകുന്നതും അവർക്ക് മാത്രം വേണ്ടപ്പെട്ടതായ ചില സമയങ്ങളിൽ മാത്രമാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. വാക്കുകളെ വിശ്വസിക്കരുത്, പ്രവൃത്തികളെ വിശ്വസിക്കുക. കണ്ട സ്വപ്നവും ജീവിതവും തമ്മിൽ വല്ലാത്ത ഒരു അകലമാണ്, ഭൂമിയും ആകാശവും പോലെ. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ്. സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും സ്ത്രീയോട് വെളിപ്പെടുത്താത്ത രണ്ട് കാര്യങ്ങൾ: ഒന്ന് തന്റെ ഭൂതകാലം, രണ്ട് ബാങ്ക് ബാലൻസ്. ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയായിരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ജന്മന വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഉപജീവനത്തിന് തൊഴിൽ, ഭയം, ലജ്ജ, ദയ, ത്യാഗശീലം ഇവ അഞ്ചുമില്ലാത്ത ദേശത്ത് ഒരു നിമിഷം പോലും താമസിക്കരുത്. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. സ്നേഹിച്ചു പിരിഞ്ഞവർക്കൊരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല. കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. ചില വേദനകൾ അങ്ങനെയാണ്. മനസ്സിന് താങ്ങാനും പറ്റില്ല, ആരോട് പറയാനും പറ്റില്ല. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ,
പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. യുവത്വത്തിന്റെ വീക്ഷണകോണിൽ ജീവിതമൊരു അനന്തമായ ഭാവിയാണ്. എന്നാൽ വാർദ്ധക്യത്തിന്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ്. നഷ്ടങ്ങളിലേക്കല്ല, ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത്. തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം, വിജയങ്ങളും പരാജയങ്ങളും സങ്കടവും സന്തോഷവും. അതാണ് ഏറ്റവും മികച്ച ജീവിതം.